നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു. നമ്മുടെ വെക്റ്റർ പ്രോഡക്റ്റിൻ്റെ ഒരു ഡെഫിനേഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ് 10 വെക്റ്റർ 10 അല്ലെങ്കിൽ S2 ക്ലാസ് 27 നമ്മൾ നൽകിയിരുന്നത്. വെക്റ്റർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ടു വെക്റ്റേഴ്സ്, അതിൻ്റെ കാർട്ടീഷ്യൻ ഫോം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. അതിൻ്റെ ഡെഫിനേഷൻ ഇതായിരുന്നു: എ ക്രോസ് ബി ഈക്വൽ ടു എ ബി സൈൻ തീറ്റ ഇൻറ്റു വെക്റ്റർ എൻ. വെക്റ്റർ എൻ എന്ന് പറയുന്നത് ഇവിടെ എ ബി എന്ന് പറയുന്ന ആ വെക്റ്റേഴ്സ് ആണെങ്കിൽ അവയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് ഇത് വരച്ചാൽ ഇത്രയൊക്കെ ശരിയാവാൻ പറ്റും. പെർപെൻഡിക്കുലറായിട്ട് വരുന്ന യൂണിറ്റ് വെക്ടറായിരുന്നു വെക്റ്റർ എൻ എന്ന് പറയുന്നത്. എ ബി എന്ന് പറയുന്ന ഈ ബിയുടെ മോഡുലസുകളായിരുന്നു വെക്റ്റർ എയുടെയും വെക്റ്റർ ബിയുടെയും. തീറ്റ എന്ന് പറയുന്ന അവയ്ക്കിടയിലുള്ള ആംഗിൾ. ഈ കാര്യങ്ങളാണ് എ ക്രോസ് ബിയിൽ പറഞ്ഞിരുന്നത്. മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു അതിനോടൊപ്പം. എ ബി എന്ന് പറയുന്നത് അതിൻ്റെ കാർട്ടീഷ്യൻ ഫോമിൽ A1I പ്ലസ് A2J പ്ലസ് A3K എന്നും B1I പ്ലസ് ആയിരുന്നെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് IJK A1 A2 A3 B1 B2 B3 എന്ന് എഴുതി ഡിറ്റർമിനൻറ്റ് കണ്ടാൽ മതി. അതൊരു വെക്റ്റർ തന്നെയാണ്. അതാണ് വെക്റ്റർ പ്രൊഡക്റ്റിൻ്റെ പ്രധാന കാര്യങ്ങൾ. ഇവിടെ പറഞ്ഞ സമയത്ത് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഞാനിവിടെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ ടു ദ വെക്റ്റേഴ്സ് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. ഇതിനകത്ത് 1, 2, 3, 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4 സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്താൽ ഇവിടെ വെക്റ്റർ എ വെക്റ്റർ ബി തന്നിരിക്കുന്നു. ആ വെക്റ്റർ എയ്ക്കും വെക്റ്റർ ബിക്കും പെർപെൻഡിക്കുലറായിട്ട് വരുന്ന യൂണിറ്റ് വെക്റ്റർ കാണണം. ഇവിടെ നമ്മൾ എ ക്രോസ് ബിയുടെ പ്രത്യേകത പറഞ്ഞു. എ ക്രോസ് ബി എന്ന് പറയുന്നത് എ ബി സൈൻ തീറ്റ ഇൻറ്റു വെക്റ്റർ എൻ ആണ്. ഈ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വെക്റ്റർ എന്നിൻ്റെ ഡയറക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന വെക്റ്ററും ബി എന്ന് പറയുന്ന വെക്റ്ററും ഉള്ളപ്പോൾ എന്നിനെ സംബന്ധിച്ചുള്ള പ്രത്യേകത n ഈസ് പെർപെൻഡിക്കുലർ ടു വെക്റ്റർ n ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. നൗ ദാറ്റ് എന്നിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ തന്നെയാണ്. സോ ഡയറക്ഷൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നതും ഈ സെയിം ആസ് ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എന്നുമാണ്. അപ്പോൾ നമുക്ക് n എന്ന് പറയുന്ന വെക്ടറിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം n എന്ന് പറയുന്നതാണ് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്ടർ എ ആൻഡ് ബി. ഈ രണ്ടാൾക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറാണ്. അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്ടർ കണ്ടാൽ ഈ പറയുന്ന ഡയറക്ഷനിലുള്ള വെക്ടർ കിട്ടും. അങ്ങനെ ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടാൽ മതി. ചുരുക്കി പറഞ്ഞാൽ എ ക്രോസ് ബി കണ്ടാൽ മതി. എ ക്രോസ് ബി കണ്ട ശേഷം ആ വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടാൽ മതി. യൂണിറ്റ് വെക്ടർ കാണാനുള്ള മാർഗം ഒരു എ എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കിട്ടാൻ ആ വെക്ടറിനെ അതിൻ്റെ മോഡുലസ് കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഈ 3-4 ക്വസ്റ്റ്യൻസിൻ്റെ ചുരുക്കി പറഞ്ഞാൽ അവിടെ എ ക്രോസ് ബി ആണ് കാണേണ്ടത്. അതിനുശേഷം എ ക്രോസ് ബിയുടെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കണ്ടാൽ മതി. അതിൻ്റെ കാരണമാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. എ ബി എന്ന് പറയുന്ന വെക്ടർ ഇത് ആണെങ്കിൽ ഞാൻ പലതവണ ഈ ബോഡിയിൽ വരയ്ക്കുന്നുണ്ട്. ഇതാണ് n എന്നിൻ്റെ ഒരു പൊസിഷൻ. 3 ഡയമെൻഷനായിട്ട് പറയുമ്പോൾ ബോഡിയിൽ വരച്ചാൽ ശരിയാവില്ല. ഇതാണ് വെക്ടർ n. n ഇതിനോടും പെർപെൻഡിക്കുലർ ആണ് എന്ന് ഓർക്കുക. ഓക്കെ, നൗ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വെക്ടർ എ തന്നിട്ടുണ്ട് 4i മൈനസ് ജെ പ്ലസ് 3k ആൻഡ് വെക്ടർ ബി. ഞാൻ എഴുതാൻ സമയം കളയുന്നില്ല. നമുക്ക് വേണ്ടത് എ ക്രോസ് ബി ആണ്. എ ക്രോസ് ബി ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് IJK. എയുടെ കമ്പോണൻസ് കോയിഫിഷ്യൻസ് 4, -1, 3. ബിയുടെ കമ്പോണൻസ് -2, J ആണ്. അപ്പോൾ 1, -2. ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഈക്വൽ ടു I ഇൻറ്റു ഡിറ്റർമിനൻ്റ് ആണ് -1 ഇൻറ്റു -2 2 -1 ഇൻറ്റു 3 3 മൈനസ് J ഇൻറ്റു മാട്രിക്സിലെ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇത് തന്നെ. J ആകുമ്പോൾ -J വന്നു. 4 ഇൻറ്റു -2 -8 മൈനസ് -2 ഇൻറ്റു 3 -6 ആണ്. പ്ലസ് K ഇൻറ്റു 4 ഇൻറ്റു 1 4 മൈനസ് -2 ഇൻറ്റു -1 +2 ആണ്. അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയാൽ മതി. ഈക്വൽ ടു നെഗറ്റീവ് I പിന്നെ ഇത് +6 വരും. +6 മൈനസ് 8 -2 ആണ്. -2 ഇൻറ്റു -J പ്ലസ് 2J. ദെൻ 4 - 2 2 ആണ്. പ്ലസ് 2K.
ഇതാണ് എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്ടർ. നമുക്ക് വേണ്ടത് എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്ടർ ഇതാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ അതാണ് നമുക്ക് വേണ്ടിയിരിക്കുന്നത്. കാരണം എ ക്രോസ് ബി ഓക്കെ, ഇപ്പോൾ എ ക്രോസ് ബി എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് വേണ്ടത് എ ക്രോസ് ബിയുടെ എ ക്രോസ് ബി ഈക്വൽ ടു -i പ്ലസ് 2j പ്ലസ് 2k. അടുത്തത് വേണ്ട മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആണ്. മോഡുലസ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോഡുലസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് 4 പ്ലസ് 4 ഈക്വൽ ടു 4 4 8 9 റൂട്ട് 9 ഈക്വൽ ടു 3. Therefore, unit vector along or in the direction of along vector A cross vector B equal to vector A cross vector B divided by its modulus equal to A cross B ഉണ്ട് -i plus 2j plus 2k divided by 3. ഇതാണ് യൂണിറ്റ് വെക്ടർ എലോങ് ദി ഡയറക്ഷൻ ഓഫ് എ ക്രോസ് ബി. അത് തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യനിലുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഒരു സെൻറ്റൻസ് കൂടി ചേർക്കാം. സിൻസ് നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. അടുത്തത് കുറച്ചുകൂടി ഫിനിഷിങ്ങിന് വേണ്ടി ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. എ ക്രോസ് ബി ഈസ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു വെക്ടർ എ ആൻഡ് വെക്ടർ ബി. Therefore, the required vector എന്നോ അല്ലെങ്കിൽ യൂണിറ്റ് വെക്ടർ perpendicular to both vector A and vector B is ഇത് എഴുതിയാൽ മതി -i പ്ലസ് 2j പ്ലസ് 2k ഡിവൈഡഡ് ബൈ 3. ഇത് വേണമെങ്കിൽ എഴുതാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾ ഒത്തിരി ഫിനിഷിങ്ങും കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നവർ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇതാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ക്രോസ് ബി എന്ന് പറയുന്ന ആ വെക്ടർ അതൊരു വെക്ടറാണ്. അത് വെക്ടർ എയ്ക്കും വെക്ടർ ബിക്കും പെർപെൻഡിക്കുലറാണ് എന്നുള്ള ഒറ്റ ഐഡിയയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അടുത്ത 2-3 ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. എ ക്രോസ് ബി ഒക്കെ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്. എ ക്രോസ് ബി കാണുക. ഒന്നുകൂടി പെട്ടെന്ന് ചെയ്താൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഞാനിതിൻ്റെ റീസണിംഗ് ഒന്നും ഇപ്പോൾ പറയുന്നില്ല. എ ക്രോസ് ബി എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് i j k. ഇവിടെ രണ്ടാമത്തേതിൽ എ എന്ന് പറയുന്നതിന് കമ്പോണൻസ് 5 -2 4. അടുത്തത് 1 3 2. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് ഈക്വൽ ടു i ഇൻറ്റു -2 × 2 -4 -3 × 4 12 -j. ഈ മൈനസ് ആ ഡിറ്റർമിനൻറ്റിൻ്റെ റൂളിൽ വരുന്ന മൈനസാണ്. -j ഇൻറ്റു 5 × 2 10 -4 × 1 4 പ്ലസ് k ഇൻറ്റു 5 × 3 15 5 × 3 -1 × -2 -2 ഈക്വൽ ടു -4 -12 എന്ന് പറയുന്നത് -4 -16 ആണ്. -16 ആയി. പിന്നെയുള്ളത് 10 - 4 6 ആണ്. അപ്പം -6j ദെൻ പ്ലസ് k × 15 പ്ലസ് 2 ആണ്. അപ്പോൾ 17k. ഇതാണ് എ ക്രോസ് ബി എന്നുള്ളത്. Okay, now modulus of A cross B equal to root of -16 square plus 6 square plus 17 square. ഇത് സിംപ്ലിഫൈ ചെയ്യുക. 16 സ്ക്വയർ എന്ന് പറയുന്നത് 256 പ്ലസ് 36 പ്ലസ് 17 സ്ക്വയർ 289. എത്ര 289. സിംപ്ലിഫൈ ചെയ്താൽ ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക. അത് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ടത് എ ക്രോസ് ബി ഇവിടെയുണ്ട്. ഇനി നമ്മുടെ റിക്വയർഡ് യൂണിറ്റ് വെക്ടർ അതുകൂടിയാണ് ഇവിടെ എഴുതേണ്ടത്. Therefore, യൂണിറ്റ് വെക്ടർ perpendicular to vector A and vector B equal to A cross B divided by mod A cross B equal to -16i minus 6j plus 17k ഡിവൈഡഡ് ബൈ റൂട്ട് ഇവിടെ വരുന്ന ആ ക്വസ്റ്റ്യൻ എഴുതി ഫിനിഷ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ 2 3 4 5 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇത് 2 ഹോംവർക്കായിട്ട് ചെയ്യണം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ അത് വേറൊരു തരമാണ്.
ചിലപ്പോൾ നിങ്ങളോട് ഈ ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ എന്നില്ലാതെ ഫൈൻഡ് എ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു വെക്റ്റർ എ and the unit vector to the vectors a and b. Sorry, ഈ ക്വസ്റ്റ്യൻ find the unit vector perpendicular എന്നുകൂടി ഒരു വാക്കുണ്ടായിരുന്നു, എങ്കിലേ അത് പൂർണ്ണമാവും. ഞാൻ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു പോയി. Find the unit vector perpendicular to the vectors vector a and vector b എന്നാണ് ക്വസ്റ്റ്യൻ. ആ പെർപെൻഡിക്കുലർ എന്നുള്ള പാർട്ട് അവിടെ വിട്ടുപോയതാണ്, എങ്കിലേ അത് പൂർണ്ണമാവും. ഇനി യൂണിറ്റ് എന്ന് പറയുന്ന പാർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ എ ക്രോസ് ബി മാത്രം കണ്ടാൽ മതി. കാരണം എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്ടർ എയ്ക്കും ബിക്കും പെർപെൻഡിക്കുലറാണ്. ഓക്കെ, അത് പ്രധാന ഒരു മിസ്റ്റേക്കാണ്, ഞാൻ ക്വസ്റ്റ്യനിൽ വിട്ടുപോയതാണ്. എനിക്ക് ക്വസ്റ്റ്യൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ പെർപെൻഡിക്കുലർ എന്ന കൂടി ചേർത്തിട്ട് എഴുതുക. ഓക്കെ, അടുത്തത് ഈ വെക്ടർ എ ഈക്വൽ ടു 3i + 4j - k, വെക്ടർ ബി ഈക്വൽ ടു വെരിഫൈ ദാറ്റ് എ ക്രോസ് ബി ഈക്വൽ ടു നെഗറ്റീവ് ബി ക്രോസ് സി. എനിക്ക് തോന്നുന്നു അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാനത് വിട്ട് കളയുകയാണ് നല്ലത്. എ ക്രോസ് ബി, ഓക്കെ, ഞാനത് തുടങ്ങി വെക്കാം. എ ക്രോസ് ബി എന്നുള്ളത് ഡിറ്റർമിൻ്റ് ആയി ജെ കെ. ഇവിടെ എ 3, 4, -1, ബി 1, 5, -1. സിംപ്ലിഫൈ ചെയ്യുക. ബി ക്രോസ് എ എന്ന് പറയുമ്പോൾ മാറ്റം എന്താ വരിക? എന്താ മാറ്റം വരുന്നത്? ബിയുടെ കമ്പോണൻസ് ആദ്യം എഴുതണം. ബി എന്ന് പറയുന്നത് 1, 5, 1, 5, -1 ആണ്. എയുടെ കമ്പോണൻസ് രണ്ടാമതാണ് 3, 4, -1, 3, 4, -1. അത് സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെയും സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിനെ സ്കിപ്പ് ചെയ്യുന്നത്. ഇവിടെയുണ്ട് കുറച്ച്, അവിടെയുണ്ട് കുറച്ച്, അത് നിങ്ങൾ ചെയ്യുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. രണ്ടും എഴുതിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ വെക്ടർ എ ഈക്വൽ ടു 2i + 3j, വെക്ടർ ബി ഈക്വൽ ടു -i + 3j + k ആൻഡ് വെക്ടർ സി ഈക്വൽ ടു i + 2j + 5k, ഫൈൻഡ് എ ക്രോസ് ബി ക്രോസ് സി. ദെൻ എ ക്രോസ് ബി ക്രോസ് സി, എ ക്രോസ് ബി ഡോട്ട് വെക്ടർ സി ആൻഡ് എ ഡോട്ട് ബി ക്രോസ് സി. ഞാനിതിൽ എല്ലാം ചെയ്യാൻ പറ്റി. ഇവിടെ ഇതിൻ്റെ അർത്ഥം ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. രണ്ടാമത്തേത് മാറ്റമൊന്നുമില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ബി ക്രോസ് സി കണ്ട ശേഷം എ ക്രോസ് ബി ക്രോസ് സി ആണ് കാണേണ്ടത്. എ ഉണ്ട്, അപ്പം ബി ക്രോസ് സി കാണാൻ വേണ്ടി ബി ക്രോസ് സി ഈക്വൽ ടു, അവിടെയും ഡിറ്റർമിനൻറ്റ് i j k. ബി എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവായി ആണ്, അപ്പം -1 കോഎഫിഷ്യൻറ്റ്, 3 അടുത്ത കോഎഫിഷ്യൻറ്റ് 1. ഇതാണ് ബി എന്ന് പറയുന്ന വെക്ടറിൻ്റെ കമ്പോണൻസ്. അടുത്ത ബി ക്രോസ് സി ആണ്. സിയുടെ കമ്പോണൻസ് 1 to 5 ആണ്. 1 to 5 അതിൻ്റെ ഡിറ്റർമിനൻ്റ് അല്ലെങ്കിൽ ബി ക്രോസ് സി i × 3 × 5, 15 -2 - j × j ആകുമ്പോൾ -5 - 1 + k × -2 - 3 ഈക്വൽ ടു 15 - 2 13 i -6 × j, അപ്പോൾ +6j + k × -2 -3 ആണ്. -5 ഉണ്ടാവും, -5k. ഇതാണ് ബി ക്രോസ് സി. ഇനി എ ക്രോസ് ബി ക്രോസ് സി കാണുമ്പോൾ ഇനി എ ക്രോസ് ബി ക്രോസ് സി, ഇതിൽ ബി ക്രോസ് സി ആണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ സൂചനയാണ് അത് ബ്രാക്കറ്റിലിട്ടിരിക്കുന്നത്. ബ്രാക്കറ്റിലുള്ളത് ചെയ്ത ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഈക്വൽ ടു, അവിടെയും അത് ഡിറ്റർമിനൻ്റ് ആണ് i j k. ഇവിടെ എയുടെ കോഎഫിഷ്യൻസ് ആദ്യം എഴുതണം. അത് 2, 3 2i + 3j. കെയുടെ ടേം ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ അർത്ഥം 0k എന്നുള്ളതാണ്. ഇനി ബി ക്രോസ് സി എന്ന് പറയുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് 13 6 -5 എന്നുള്ളതാണ്. അതാണ് എ ക്രോസ് ബി ക്രോസ് സി എന്ന് പറയുന്നത്. ബി ക്രോസ് സി. ഓക്കെ, ഞാൻ ബി ക്രോസ് സിയുടെ ആ വെക്ടർ 13i + 6j -5k, 13i + 6j -5k. അടുത്തതിൻ്റെ പാർട്ടിൽ ഒരെണ്ണം ആവശ്യം വരുന്നുണ്ട്, അതുകൊണ്ടാണ് അത് എഴുതി വെച്ചത്. ഓക്കെ, അപ്പോൾ എ ക്രോസ് സി എന്നുള്ളത് എ ക്രോസ് ബി ക്രോസ് സി എന്നുള്ളത് i × 3 × -5 -15 -6 × 0 0 -j ×
j into 2 into negative 5 negative 10 minus 0 plus k into 2 into 6 12 minus 3 into 13 39 equal to ഒരു ലൈൻ കൂടി എഴുതാൻ സ്പേസ് ഉണ്ടാവും minus 15 negative 15 I minus 10 negative j into negative 10 ആണ് അപ്പോൾ positive 10 j then 12 minus 39 എന്നുള്ളത് നെഗറ്റീവ് ഇതാണ് വലിയ നമ്പർ 39 12 തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി 27 അപ്പോൾ negative 27 ആണ് negative 27k ഇതാണ് നമ്മുടെ ആൻസർ ഇതിനകത്ത് ഉണ്ട് ഓക്കെ negative 15i plus 10j minus 27k ആണ് A cross B cross C ഇനി ഇത് ചെയ്തു ഇനി ഇത് ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യുക A cross B ഡോട്ട് സി ഇത് കാണേണ്ടി വരുമ്പോൾ അത് ഉപയോഗിച്ച് ഇത് കൂടി ചെയ്യുക ഇതിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ A ഡോട്ട് ബി ക്രോസ് സി ആണ് A ഡോട്ട് ബി ക്രോസ് സി കാണണമെങ്കിൽ ബി ക്രോസ് സി ബ്രാക്കറ്റിനുള്ളിലാണ് ബി ക്രോസ് സി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എ നമുക്കറിയാം അപ്പോൾ A ഡോട്ട് ബി ക്രോസ് സി ഈക്വൽ ടു എ എന്ന് പറയുന്നത് 2i പ്ലസ് 3j അത്രേ ഉള്ളൂ പ്ലസ് 0k ഡോട്ട് ബി ക്രോസ് സി എന്നുള്ളത് 13i പ്ലസ് 6j മൈനസ് 5k ആണ് ഇതെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പഠിച്ച ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് ആണ് അപ്പോൾ A1 B1 പ്ലസ് A2 B2 പ്ലസ് A3 B3 എന്നാണ് പറയേണ്ടത് 2 into 13 plus 3 into 6 plus 0 into negative 5 equal to ഇത് 26 plus 3 18 equal to 30 44 എന്ന് കിട്ടി ശ്രദ്ധിക്കുക ഈ ഡോട്ട് പ്രോഡക്റ്റ് ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് വന്നപ്പോൾ അത് സ്കേലറായി വെക്ടർ അല്ല പിന്നീട് അതേസമയം A ക്രോസ് ബിയോ രണ്ട് ക്രോസുകൾ നടത്തി കഴിഞ്ഞപ്പോൾ ഇത് A എന്ന് പറയുന്ന വെക്ടറിൻ്റെയും B ക്രോസ് സി എന്ന് പറയുന്ന വെക്ടറിൻ്റെയും ക്രോസ് പ്രോഡക്റ്റ് ആണ് ലാസ്റ്റ് വരുന്നത് അത് വെക്ടർ ആയിരിക്കും ഇത് A എന്ന് പറയുന്ന വെക്ടറിൻ്റെയും B ക്രോസ് സി എന്ന് പറയുന്ന വെക്ടറിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് ആണ് അത് സ്കേലർ ആയിരിക്കും അതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇത് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട് അതുകൂടി ചെയ്യുക ഓക്കെ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലിയോ എനിക്ക് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ മീറ്റിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ 4 ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി പാരലലോഗ്രാം whose sides are A and B where 1 2 3 സബ് ക്വസ്റ്റ്യൻ 3 സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഇതാണ് ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി പാരലലോഗ്രാം whose sides are വെക്ടർ A and വെക്ടർ B എന്താ പാരലലോഗ്രാം 4 സൈഡ്സാണ് പാരലലോഗ്രത്തിനുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലായിട്ട് വരുന്ന ക്വാഡ്രിലാറ്ററിനെയാണ് പാരലലോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ഞാൻ ഇങ്ങനെ ഒരു പാരലലോഗ്രാം വരച്ചു ഇതിൻ്റെ രണ്ട് സൈഡ്സാണ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി തീർച്ചയായിട്ടും അത് അഡ്ജസ്റ്റൻറ്റ് സൈഡ്സ് ആയിരിക്കും അത് പ്രത്യേകമായിട്ട് അവിടെ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ ഫൈൻഡ് ദി ഏരിയ ഓഫ് പാരലലോഗ്രാം ഹൂസ് സൈഡ്സ് ആർ വെക്ടർ എ ആൻഡ് വെക്ടർ ബി അപ്പോൾ എ എന്ന് പറയുന്നത് ഈ സൈഡാണെങ്കിൽ ഇതും വെക്ടർ എ തന്നെയാണ് ഇത് വെക്ടർ ബി തന്നെയാണ് ഇതിനെ ഒരു വെക്ടറായിട്ടങ്ങ് പരിഗണിച്ചാൽ മതി ഏരിയ ഓഫ് ദിസ് പാരലലോഗ്രാം ആണ് വേണ്ടത് ഏരിയ ഓഫ് പാരലലോഗ്രാം നമുക്ക് ഈ എ ക്രോസ് ബിയുടെ ജോമെട്രിക് മീനിങ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാണ് എ ക്രോസ് ബി എന്ന് പറയുന്നത് നമ്മൾ എ ബി സൈൻ തീറ്റ ഇൻറ്റു വെക്ടർ എൻ എന്ന് പറഞ്ഞു അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്നത് എ ബി സൈൻ തീറ്റ ഈസ് ദി ഏരിയ ഓഫ് പാരലലോഗ്രാം എ ക്രോസ് വിത്ത് സൈഡ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി എന്ന് പറഞ്ഞതാണ് നമ്മൾ ആ ഒരു ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് എ ബി സൈൻ തീറ്റയാണെന്നും അപ്പോൾ ഇതും അതേ ഏരിയ തന്നെ വരും ഹാഫ് എ ബി സൈൻ തീറ്റ വരും അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ എ ബി സൈൻ തീറ്റയാണ് വരുന്നത് അത് തന്നെയാണ് എ ക്രോസ് ബിയുടെ മോഡുലസ് എന്ന് പറയുന്നത് കാരണം മോഡുലസ് ഓഫ് എൻ എന്ന് പറയുന്നത് 1 ആണ് സോ ഇറ്റ്സ് മോഡുലസ് ഈസ് എ ബി സൈൻ തീറ്റ
സോ എ ക്രോസ് ബി എന്ന് പറയുന്നത് എ ബി സൈൻ തീറ്റയാണ്. ഇവിടെ ഈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എ ബി സൈൻ തീറ്റയാണ്. സോ നമുക്ക് അറിയാവുന്നത് ഏരിയ ഓഫ് പാരലഗ്രം ഈക്വൽ ടു എ ക്രോസ് ബി ആണ്. ഏരിയ പാരലഗ്രം whose sides are A and B. ഇത് വരുന്നതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ ക്രോസ് ബി അല്ല, എ ക്രോസ് ബിയുടെ മോഡുലസ് വാല്യൂ ആണ്. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യനുകളിലൊക്കെ എ ക്രോസ് ബി കാണുക, അവയുടെ മോഡുലസ് വാല്യൂ. എ ക്രോസ് ബി കണ്ടാൽ ഇത് വെക്ടറാണ്, ഏരിയ ആവില്ല. അതിൻ്റെ മോഡുലസ്, ഇതിൻ്റെ റീസൺ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. എ ക്രോസ് ബി എന്ന് പറയുന്നതിൻ്റെ മോഡുലസ് എ ബി സൈൻ തീറ്റയാണ്. ഇവിടെ ഈ സൈഡ് എയും ഇത് ബിയും ആണെങ്കിൽ ഇതിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് എ ബി സൈൻ തീറ്റയാണ്. അപ്പോൾ ഏരിയ ഓഫ് ദിസ് പാരലഗ്രം എന്ന് പറയുന്നത് ഈ ഏരിയയും കൂടെ കൂട്ടുന്നതാണ്. രണ്ട് ഹാഫ് എ ബി സൈൻ തീറ്റയാണ്. അപ്പോൾ ടോട്ടൽ ഏരിയ ഓഫ് പാരലഗ്രം ഇത് പ്ലസ് ഇതാണ്, അത് എ ബി സൈൻ തീറ്റയാണ് എന്ന് പറയുന്നതാണ് ഈ എ ക്രോസ് ബിയുടെ മോഡുലസ്. അതാണ് എൻ്റെ റീസൺ. അപ്പോൾ ആ ഐഡിയ വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലൊക്കെ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ഉണ്ട്. അപ്പോൾ എ ക്രോസ് ബിയിലേക്ക് ഞാൻ നേരെ പോവുകയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വെക്ടർ എയും വെക്ടർ ബിയും എഴുതണം. ഇവിടെ എ ക്രോസ് ബിയുടെ കാണാൻ ഡിറ്റർമിൻ്റ് അയച്ചൊക്കെ ദെൻ എയ്ക്ക് കോഎഫിഷ്യൻസ് 1, -3, 1, 1, 1, 1. ഇത് ഉപയോഗിച്ചിട്ടാണ് 1, -3, 1, 1, -3, 1, 1, 1, 1 ആ കോഎഫിഷ്യൻസ്. ഓക്കെ, ഈക്വൽ ടു ഞാനിത് വായിച്ച് കളിയാണ്. ഈക്വൽ ടു I into -3 minus 1 minus j into 1 minus 1 plus k into 1 minus 3 വരിക. അപ്പം +3 എന്ന് വരും. ഈക്വൽ ടു -4i. ഇത് 0j പ്ലസോ മൈനസോ ആയിക്കോട്ടെ. ഇത് 4k പ്ലസ് 4k. ഇതെന്തുവാ? എ ക്രോസ് ബി. സോ ഏരിയ ഓഫ് പാരലഗ്രം പൂർണ്ണമായിട്ട് എഴുതിയ ഹൂസ് സൈഡ്സ് ആർ വെക്ടർ എ ആൻഡ് വെക്ടർ ബി ഇതുകൂടി എഴുതിയാലാണ് മോഡുലസ് ഓഫ് എ ക്രോസ് ബി വരുന്നത്. ഈക്വൽ ടു മോഡുലസ് ഓഫ് ദിസ് വെക്ടർ എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്ടറിൻ്റെ മോഡുലസ് ഇത് -4 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. 0 സ്ക്വയർ എഴുതിയിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം, ഞാൻ ആ കംപ്ലീറ്റ്നെസ്സിന് വേണ്ടി എഴുതിയതാണ്. ഇത് 16 പ്ലസ് 0 പ്ലസ് 16 ആണ്. ഈക്വൽ ടു 16 പ്ലസ് 16 32 റൂട്ട്. ഇതിനെ വേണമെങ്കിൽ 2 ഇൻറ്റു ഓക്കെ ഇവിടെ തന്നെ എഴുതാമായിരുന്നു. 2 ഇൻറ്റു 16 എന്ന് എഴുതാം. ഈക്വൽ ടു 16 റൂട്ട് 4 റൂട്ട് 2 എന്ന് എഴുതാം. ഇത് എഴുതിയാലും മതി, അല്ലെ റൂട്ട് 32 എന്ന് എഴുതിയാലും മതി. 4 റൂട്ട്